എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോട്ടയത്തെ ഇല്ലിക്കക്കല്ലിലാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് A to Z ഫുള്ളും നമ്മൾ വ്യൂ പോയിൻ്റ് എല്ലാം കാണിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ കറക്റ്റ് നമ്മൾ ടോപ്പിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എല്ലാം അപ്പോൾ ഇത് അതുപോലെ നിങ്ങൾക്കിപ്പോൾ അവിടെ നിന്ന് അകത്തോട്ട് കയറുവാണെങ്കിൽ എൻട്രി ടിക്കറ്റ് നോക്കുമ്പോൾ ഒരാൾക്ക് 20 വെച്ച് വരുന്നത്. അതുപോലെ അവിടെ നിന്ന് നമ്മളെ ജീപ്പും ഉണ്ട്. ജീപ്പ് വഴി കയറുവാണെങ്കിൽ കറക്റ്റ് 39 രൂപ. അപ്പോൾ മൊത്തം 59 വെച്ച് വരും. അതുപോലെ നിങ്ങൾക്ക് നമ്മൾ ജീപ്പിൽ കയറേണ്ട അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 രൂപ ടോക്കൺ എടുത്തിട്ട് തന്നെ അവിടുന്ന് കറക്റ്റ് 1 കിലോമീറ്ററിനകത്തേ ഉള്ളൂ കേട്ടോ. ഈ കയറ്റം ഉള്ളതുകൊണ്ട് ഇച്ചിരി പാടാണ്. അതുകൊണ്ട് നമ്മൾ കയറി വന്ന സമയത്ത് നല്ലപോലെ അണയ്ക്കുന്നുണ്ട്, വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇതാണ് ഏറ്റവും ടോപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്റ്റെപ്പ് വരും. നമ്മൾ നോർമലി നടക്കുന്ന ഒരു വഴിയുണ്ട്. അത് നിറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം വരെ വന്നിട്ടുള്ളൂ, ഇവിടം വരെ ഉള്ളു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാറയുടെ മേളിൽ കൂടെ തന്നെ കയറിയേ പറ്റൂ. അപ്പം ഇതിനകത്ത് കയറുന്നവർക്ക് കുറച്ച് ടഫായിരിക്കും. ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇവിടെ ആ ഒരു സ്റ്റെപ്പിൻ്റെ അവിടെ തന്നെ വന്നിട്ട് നിങ്ങൾക്ക് ഇതാ സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് പോകാം. അപ്പോൾ ഇവിടുന്ന് ആ ഒരു വ്യൂ പോയിന്റ് നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ വേറെ ലുക്ക്. അതേപോലെ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മഴ പ്രതീക്ഷയാണ്, പക്ഷെ മഴയൊന്നും വന്നില്ല. അപ്പോൾ ഞങ്ങളിതാ ഈ ടോപ്പിൽ ഇനിയിപ്പം ഏറ്റവും ടോപ്പിൽ പോയിട്ട് ആ ഒരു വ്യൂ പോയിന്റ് കൂടി നിങ്ങൾ കാണിച്ചു തരാവേ. നമ്മളൊരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി കയറി വരുന്നവർ ശ്രദ്ധിച്ച് നോക്കിയും കണ്ടു വരിക. അതുപോലെ കൈവരി ഉണ്ടല്ലോ, അതിനകത്ത് പിടിച്ച് വരുന്നവരായിരിക്കും ഏറ്റവും സേഫ്. അയ്യോ എൻ്റെ അമ്മ. നമ്മളിപ്പം കയറുന്ന ഫുള്ളും ഹെവി റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഇല്ലിക്കക്കല്ല് വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു 24 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മൾ വാഗമൺ പോകുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഒരു 3 ദിവസമൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ നമുക്കിവിടെ എല്ലാം കവർ ചെയ്യാം. കയറട്ടെ കയറട്ടെ. അയ്യോ കല്ലൊന്നും താഴോട്ട് പോയിട്ടുണ്ടേ. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഞാൻ വ്യൂ കാണിച്ചു തരാം. കിടില ലുക്ക്. അതുപോലെ നമ്മൾ മഞ്ഞും ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വേറെ ലെവല്. അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റ് കിട്ടില്ല കേട്ടോ. അങ്ങ് എൻഡിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച കറക്റ്റ് അറിയാം കേട്ടോ. അവിടെ ഒരു കുരിശിൻ്റെ അടുത്ത് കുറച്ച് പേര് നിൽക്കുന്നത്. പക്ഷെ അത് ഏത് വഴിയാണ് പോകുന്നത്? ഏത് വഴി പോകും? കണ്ടാ കറക്റ്റ് 4 പേരാണ് കുരിശിനെടുത്തിരിക്കുന്നത്. ഇവിടുന്ന് ഇത്രയും ഡിസ്റ്റൻസിൽ ഈ ഒരു ടോപ്പ് വ്യൂ കാണാൻ കയറി വന്നേ പറ്റൂ. വന്നത് വെറുതെ ആവത്തില്ല കേട്ടോ. പിന്നെ മഴയില്ല, ആ ഒരു ഒറ്റ കുഴപ്പമേ ഉള്ളൂ വേറെ. അപ്പം
അപ്പോൾ ഇതിനകത്ത് നമ്മൾ എടുത്തു വെക്കേണ്ട ഓരോ സ്റ്റെപ്പും കെയർഫുള്ളായിട്ട് എടുത്തു വെക്കുക. ജസ്റ്റ് ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട. അയ്യോ നോക്കിയാണ്. അപ്പോൾ നമുക്കിതിനകത്ത് കയറുന്നതാണ് ഏറ്റവും വലിയ പാട്. ഇറങ്ങുന്ന ഒരു പ്രശ്നവുമില്ല, സുഖമായിട്ട് ഒറ്റ ഇറക്കത്തിലൊന്നുമില്ല. കയറുന്ന ഒരു റിസ്ക്കേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ആ വ്യൂ പോയിന്റെല്ലാം കണ്ട് താഴെ വന്നു കഴിഞ്ഞാൽ താഴെ അഞ്ചാമായിട്ട് ജനത്തിരക്ക് കേട്ടോ. ഫുള്ള് ഈ ക്യൂ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും ഈ വരുന്ന GP കാണാൻ വേണ്ടിയാണ്. മേളത്തെ ആ ഒരു തെക്കിന് കൊണ്ടുപോയിട്ട് പകരുന്ന ആൾക്കാർ ഇറക്കി വിട്ടിട്ട് ഇവിടുന്ന് ആൾക്കാരാണ്. അപ്പോൾ നല്ല തിരക്കുണ്ട്. അപ്പം ഞാൻ GP കയറിയില്ല, തിരക്കുള്ളതുകൊണ്ട്. അപ്പോൾ ഞാനും ജസ്റ്റ് 20 രൂപ കൊടുത്താണ് ഞാൻ നടന്നു പോയത്. അപ്പം വ്യൂ പോയിൻ്റൊക്കെ നല്ല സ്പിരിതാണ്, രക്ഷയില്ല. പിന്നെ ഒരു മഴ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല സ്പിരിതാണ്, പൊളിച്ചാണ് സംഭവം. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.